ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം വീണ്ടെടുക്കാൻ നാക് മാതൃകയിൽ കേരളത്തിന്റേതായ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നടപ്പാക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ. കെസാക്ക് രൂപീകരിക്കുന്നതിനായി പഠനം നടത്തി 2014 റിപ്പോർട്ട് സമർപ്പിച്ച സമിതി കൺവീനർ ഡോക്ടർ ആർ ജയപ്രകാശാണ് വിഷയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനോട് റിപ്പോർട്ടായി സമർപ്പിച്ചത്. നാക് അംഗീകാരം ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന് തുല്യമായിട്ടുള്ള അംഗീകാരം കസാക്ക് അക്രഡിറ്റേഷൻ നേടുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിക്കുമെന്ന് ഡോക്ടർ ആർ ജയപ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ കസാക്ക് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന ഈ സമിതിക്ക് പകരം സാക്ക് എന്നുള്ള ഒരു സമിതി രൂപം കൊടുത്തു. കേരള സ്റ്റേറ്റ് അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെൻറ്റർ എന്നാക്കി. അതായത് കൗൺസിലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമിതിയായിട്ട് അതിന് പരിമിതമായ അധികാരാവകാശങ്ങളേ ഉള്ളൂ. 2018 മുതൽ 26 വരെ 8 വർഷക്കാലം ഇത് 3 കോളേജുകൾക്ക് മാത്രമേ അസസ്മെൻ്റ് നടത്തി അക്രഡിറ്റേഷൻ നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം തന്നെ അതൊരു പരാജയമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കസാക്ക് കേരള സ്റ്റേറ്റ് അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന ഈ സമിതി റിവൈവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടായത്.